ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ട്രെയിൻ ജേണിയിലാണുള്ളത്. അപ്പോൾ നെയ്തൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ഉള്ള പ്ലാനിലാണിത്. ഏകദേശം ഒരു വർഷമായി നെയ്തൻ പറയുന്ന പോലെ ബീച്ചിൽ പോകണം. അപ്പോൾ ഇന്നെന്തായാലും അതിനെ പറ്റിയൊരു അവസരം ഒത്തു വന്നു. നെയ്തൻ ടേം ലീവാണ്, ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ നെയ്തന് അവൻ്റെ പേര് പറയുമ്പോൾ ചമ്മൽ, അത് കാരണം ഇടയ്ക്ക് കൈയൊക്കെ ഇട്ട് അടിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു 1 ഡേ ട്രിപ്പ് ബീച്ചിലേക്ക് പോവാണ്, സ്കാർബ്രോ ബീച്ചിലേക്ക്. ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം. ഇതെല്ലാം നമ്മൾ പോകുന്ന വഴി ട്രെയിനിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇപ്പം നമ്മൾ UK-യിലെ എവിടേക്കാണെങ്കിലും ട്രെയിൻ ജേണി ആണെങ്കിൽ പുറമേയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. നിറയെ പുൽമേടുകളും കൃഷിയിടങ്ങളും പിന്നെ ചെമ്മരിയാട്ടിൻകൂട്ടങ്ങളും അങ്ങനെ ഫുൾ നമുക്ക് കണ്ണെടുത്ത് മാറ്റാൻ പറ്റാത്ത പോലെ മനോഹരമായ കാഴ്ചകളാണ് യാത്രയിലുടനീളം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ 2.25 മണിക്കൂർ നേരത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം സ്കാർബ്രോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇനി ബാക്കി സ്കാർബ്രോയിൽ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങൾ സ്കാർബ്രോ വന്നിറങ്ങി ബീച്ചിനെ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച പോലെയല്ല, നല്ല തണുപ്പുണ്ട്. എനിക്ക് ഷെഫീൽഡിലുള്ളതിനേക്കാളും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നിറയെ സീഗൾസിൻ്റെ ഒക്കെ സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ കാണിക്കുന്നുണ്ട് സൗത്ത് ബേ, സ്പാ ഹാബ്, അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നോക്കാം ബീച്ച് എങ്ങനെയുണ്ടെന്ന്. ഓ ഗൈസ്, വിചാരിച്ച പോലെയല്ല, അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇത്ര നല്ലൊരു ബീച്ച് വ്യൂ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഞാനിവിടെ വന്നത്. ഇവിടുത്തെ യൂഷ്വലി ബീച്ചസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ബീച്ചിലേക്ക് വരുന്നത്. പക്ഷേ ദാറ്റ്സ് സോ നൈസ്. നെയ്തൻ കണ്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദാറ്റ്സ് ദ സ്കാർബ്രോ ബീച്ച്, സൗത്ത് ബേ. ഈ കാണുന്ന റെഡ് ബീച്ച് കോംബോ ബസ്സിൽ നമുക്ക് 2 ബേസിൽ ബീച്ചിനെ ചുറ്റിയുള്ള റൈഡ് എടുക്കാൻ പറ്റും. അപ്പം സൗത്ത് ബേ റൈഡ് കഴിഞ്ഞ് ഈ ബസ്സിൽ കയറി നോർത്ത് ബേയിലും കൂടി ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ.
ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ചത്. വിക്ടോറിയൻ ട്രാംവേ ടു ടൗൺ. മുകളിലാണ് ടൗൺ ഉള്ളത്. അപ്പോൾ അത് കണ്ടോ, ഒരു ട്രാം ലൈനാണ് ഇങ്ങനെ സ്ലോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ആ മുകളിലേക്കുള്ള ഒരു ഷോർട്ട് ട്രാംവേ ആണ്. കൊള്ളാം അല്ലേ? വിക്ടോറിയൻ ട്രാംവേ ടു ടൗൺ. ഇവിടെ ചെറിയ പോണി റൈഡൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കയറുന്നുണ്ട് പോണിയുടെ മുകളിൽ. 4 pounds ആണെന്ന് തോന്നുന്നു for one ride. ഇത് പോണിയല്ല, ഡോങ്കി തന്നെ കേട്ടോ. ഡോങ്കി റൈഡാണ്, കിഡ്സിന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബോട്ട് സെയിലിംഗ് ഉണ്ട്. 15 minutesന് 4.5 pounds ആണ് അവർ വാങ്ങുന്നത്. അത് കാർഡ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് തന്നെ വേണം. ബീച്ചിൻ്റെ സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെയാണ് കേട്ടോ. ബീച്ച് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും കഴിക്കുന്നത് ഫിഷ് ആൻഡ് ചിപ്സാണ്. അപ്പം ഞങ്ങളും ഒരു നല്ല ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പിൽ പോയി ഒന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ബോട്ടിംഗ് സർവീസസ് അവൈലബിൾ ആണ് കേട്ടോ. സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ നേരത്തെ നമ്മൾ കണ്ടില്ലേ പൈറേറ്റ് സെറ്റപ്പിലൊരു ബോട്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഇതാ സ്കൈലാർക്ക് കണ്ടില്ലേ, ബോട്ട് ഫിഷിംഗ് ട്രിപ്സ് ആണ്. 3 hours to 10 hours വരുന്ന ഫിഷിംഗ് ട്രിപ്സ് ഉണ്ട്. സോ ഫിഷിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. അപ്പോൾ നേരത്തെ കണ്ടൊരു ബോട്ടിലാണ് അവർ ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ അതല്ലാത്ത ഇഷ്ടംപോലെ ബോട്ട് സർവീസസ് ഉണ്ട് കേട്ടോ. കാർഡ് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. ബീച്ച് സൈഡ് ശരിക്കും വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും സ്കാബ്രോയിൽ നമ്മൾ വന്നിട്ട് കൂടുതലും ഇവിടുത്തെ നേറ്റീവ് ബ്രിട്ടീഷ് പീപ്പിളിനെ തന്നെയാണ് കാണുന്നത്. അധികം ഇന്ത്യൻസിനെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ യൂഷ്വലി നമ്മൾ ഷെഫീൽഡിലാണെങ്കിലും അതിനടുത്തുള്ള സിറ്റീസിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇന്ത്യൻസിനെയും മറ്റ് നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ കാണാറുണ്ട്, അന്യനാട്ടിലുള്ളവർ. പക്ഷെ ഇവിടെ കൂടുതലും നേറ്റീവ്സ് തന്നെയാണുള്ളത്. ആൻഡ് ഭയങ്കര ഓളമാണ്. കൂടുതലും ടേം ലീവ് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് കിഡ്സ് ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഈ റീഗൽ ലേഡി എന്ന് പറയുന്ന ഷിപ്പ് നാഷണൽ ഹിസ്റ്റോറിക് ഷിപ്പായിട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളതാണ്. കാരണം അത് വേൾഡ് വാർ സമയത്ത് ഓപ്പറേഷൻ ഡൈനാമോയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതായത് വേൾഡ് വാർ സമയത്ത് ഒരു 900 സോൾജേഴ്സിനെ ഡങ്കർക്കിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഷിപ്പാണിത്. നെയ്തനിട്ടിരിക്കുന്നത് കണ്ട് വെച്ചാൻ്റെ ഹുഡി എടുത്തിട്ട് കൊടുത്താൽ തണുക്കുന്നു പറഞ്ഞു. You're not Santa? Then who are you?
ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു ക്യാസലുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞ് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടി ഫിഷ് പാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടെ അവന് എന്തോ വരയ്ക്കാനും കളിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് നെയ്തൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെയ്തൻ അവൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം കിട്ടി. അതിൻ്റെ ഹാപ്പിനെസ്സിലാണ് അവൻ. പിന്നെ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു വിത്ത് ക്രീം ടോപ്പിംഗ്. അത് കഴിഞ്ഞ് ഫിഷ് ആൻഡ് ചിപ്സൊക്കെ വന്നു. ഫിഷ് ആൻഡ് ചിപ്സ് എപ്പോഴും ബീച്ച് സൈഡിലുള്ളത് നല്ല ടേസ്റ്റിയറാണെന്നാണ് പറയുന്നത്. പിന്നെ ഐ എം നോട്ട് എ വെരി ഗുഡ് ഫാൻ ഓഫ് ഫിഷ് ആൻഡ് ചിപ്സ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായമൊന്നും പറയുന്നില്ല. പിന്നെ ഒരു 12-12:30 ആയപ്പോഴേക്കും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പം നല്ലോണം തിരക്ക് കൂടിയിട്ടോ. രാവിലെ കണ്ട പോലെയല്ല. അതിനുശേഷം ഞങ്ങൾ ക്യാസിൽ കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറാൻ തുടങ്ങുന്നു. ഇനി ക്യാസിലെ കാഴ്ചകളും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.